ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, ഫഡ്സയുടെ ആൾ വേൾഡ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ നിന്നുള്ള 13 സ്റ്റോക്കുകളെ ഉൾപ്പെടുത്തി എന്ന അപ്ഡേറ്റ് ആണ്. ഫ്രൈഡേ പ്രഖ്യാപിച്ച ഇൻഡെക്സ് റീജിക്കിൽ ഇന്ത്യയിൽ നിന്നും 13 സ്റ്റോക്കുകളെയും തൈവാനിൽ നിന്നും 6 സ്റ്റോക്കുകളെയും കൊറിയയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും 2 സ്റ്റോക്കുകളെയും ഓസ്ട്രേലിയയിൽ നിന്നുള്ള 1 സ്റ്റോക്കിനെയും ഉൾപ്പെടുത്തിയാണ് ഫഡ്സെ ആൾ വേൾഡ് ഇൻഡെക്സ് റിവൈസ് അല്ലെങ്കിൽ റീജിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയിൽ നിന്നും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഭാരത് ഡൈനാമിക്സ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, എൻഡുറൻസ് ടെക്നോളജി, എസ്കോട്ട് ക്യൂബോട്ട, GE&T ഇന്ത്യ, ഹിറ്റാച്ചി എനർജി ഇന്ത്യ, ഹഡ്സൺ ഇന്ത്യ, ഹഡ്കോ, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർ, KEI ഇൻഡസ്ട്രീസ്, ലോയഡ് മെറ്റൽസ് ആൻഡ് എനർജി, മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഫഡ്സെ ആൾ വേൾഡ് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫഡ്സെ ആൾ വേൾഡ് ഇൻഡെക്സിനോടൊപ്പം തന്നെ ഫഡ്സെ ലാർജ് ക്യാപ്പ് ഇൻഡെക്സിലും 14 ഇന്ത്യൻ സ്റ്റോക്കുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഭാരത് ഡൈനാമിക്സ്, ഡിക്സൺ ടെക്നോളജി, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ലിൻഡെ ഇന്ത്യ, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ, ഓയിൽ ഇന്ത്യ, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ, PB ഫിൻടെക്, ഫീനിക്സ് മിൽ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്റ്റ്, RVNL, തെർമാക്സ്, ടോറൻറ്റ് പവർ, യൂനോ മിൻഡ തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഫഡ്സെ ലാർജ് ക്യാപ്പ് ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അദാനി വിൽമാർ, പേടിഎം, പേജ് ഇൻഡസ്ട്രീസ്, ടാറ്റ എലാക്സി, UPL തുടങ്ങിയ സ്റ്റോക്കുകൾ ഫഡ്സെ ലാർജ് ക്യാപ്പ് ഇൻഡെക്സിൽ നിന്നും പുറത്തു പോവുകയും ചെയ്തു. ഫഡ്സെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ അദാനി വിൽമാറും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അദാനി വിൽമാർ ഉൾപ്പെടെ മറ്റ് ചില സ്റ്റോക്കുകളുള്ളത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, എൻഡുറൻസ് ടെക്നോളജി, ഹഡ്കോ, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർ, മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ്, ലോയഡ് മെറ്റൽസ് ആൻഡ് എനർജി, പേടിഎം, പേജ് ഇൻഡസ്ട്രീസ്, ടാറ്റ എലാക്സി, UPL തുടങ്ങിയ സ്റ്റോക്കുകളാണ്. കൂടാതെ ഫഡ്സെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ നിന്നും ചില സ്റ്റോക്കുകൾ പുറത്തു പോയിട്ടുണ്ട്. ഒന്ന് ഡിക്സൺ ടെക്നോളജി, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ലിൻഡെ ഇന്ത്യ, മസഗോൺ ഡോക്ക്, ഓയിൽ ഇന്ത്യ, OFSS, PB ഫിൻടെക്, ഫീനിക്സ് മിൽ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ടോറൻറ്റ് പവർ, യൂനോ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അതായത് ഇൻഡെക്സിൽ ചില സ്റ്റോക്കുകൾ മിഡ് ക്യാപ്പ് സെക്ടറിൽ നിന്നും ലാർജ് ക്യാപ്പ്, അതായത് ഫഡ്സെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ നിന്നും ലാർജ് ക്യാപ്പ് ഇൻഡെക്സിലേക്ക് സ്ഥാനം പിടിക്കുകയും ചില സ്റ്റോക്കുകൾ ഫഡ്സെ ലാർജ് ക്യാപ്പ് ഇൻഡെക്സിൽ നിന്നും മാറി മിഡ് ക്യാപ്പ് ഇൻഡെക്സിലേക്ക് സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ 13 ഫ്രഷ് സ്റ്റോക്കുകൾ ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചു. ഈ 13 ഫ്രഷ് സ്റ്റോക്കുകളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തേത് REC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ REC 1.37% ഇടിഞ്ഞ് 587 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 10.57, ഡിവിഡൻഡ് ഈൽഡ് 2.81, 52 വീക്ക് ഹൈ 654, 52 വീക്കിലോ 230. REC ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസ് നൽകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് RECയും ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയും തമ്മിൽ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ഏകദേശം 45,000 കോടി രൂപയുടെ ഫിനാൻസിംഗ് ആണ് REC നൽകാൻ പോകുന്നത്. ഇത് REC സംബന്ധിക്കുന്നിടത്തോളമുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ടെക്നിക്കലി REC എന്ന സ്റ്റോക്ക് ഏകദേശം സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 2024 ഏപ്രിൽ മാസത്തിന് ശേഷം സ്റ്റോക്ക് ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 580 എന്ന ലെവൽ സ്റ്റോക്ക് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഈ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ട്രെൻഡ് പാറ്റേണിൻ്റെ അവസാനം കാണാൻ സാധിക്കും. അതേസമയം സ്റ്റോക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിലും ലഭിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.